കാഹളം കാതുകളിൽ കേട്ടിടറായി ദൈവദൂതർ പൊൻവീണകൾ വീട്ടിടറായി ദൈവദൂതർ പൊൻവീണകൾ വീട്ടിടറായി യേശുതനരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി യേശുതനരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി കാഹളം കാതുകളിൽ കേട്ടിടറായി ദൈവദൂതർ പൊൻവീണകൾ വീട്ടിടറായി. ദൈവനാമത്തിനു മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 51 സങ്കീർത്തനം 1 വാക്യം. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ച് കളയണമേ. ഇന്നു മുതൽ നാം ധ്യാനിക്കുന്ന 51 സങ്കീർത്തനം ദാവീദ് രാജാവിൻ്റെ പാപബോധത്തിൽ നിന്നുള്ള ഹൃദയ വിളിയാണ്. തകർന്ന മനസ്സിൻ്റെ കരച്ചിൽ. ദൈവത്തിൻ്റെ കരുണയാണ് നമ്മുടെ പ്രത്യാശ. ദാവീദ് സ്വന്തം നന്മയോ യോഗ്യതയോ ആശ്രയിച്ചില്ല. ദൈവത്തിൻ്റെ ദയയ്ക്ക് വേണ്ടി യാചിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും തെറ്റുകൾ സംഭവിക്കാം. ചിലപ്പോൾ കുറ്റബോധം നമ്മെ താഴ്ത്താം. എന്നാൽ ദൈവസന്നിധിയിൽ വരുമ്പോൾ അവൻ ആദ്യം കാണുന്നത് നമ്മുടെ പാപമല്ല, മറിച്ച് മടങ്ങി വരുന്ന ഹൃദയമാണ്. ദൈവത്തിൻ്റെ കരുണ മനുഷ്യരുടെ ക്ഷമയേക്കാൾ ആഴമുള്ളതാണ്. ലോകം കുറ്റം ചുമത്താം, എന്നാൽ ദൈവം പുനഃസ്ഥാപിക്കുന്നവനാണ്. യഥാർത്ഥ മാനസാന്തരം ജീവിതത്തെ തന്നെ മാറ്റും. ദാവീദ് തൻ്റെ പാപം മറച്ചു വച്ചില്ല, അവൻ തുറന്ന് സമ്മതിക്കുന്നു. സത്യമായ മാനസാന്തരം തെറ്റ് അംഗീകരിക്കുകയും ദൈവസന്നിധിയിൽ വിനയപ്പെടുകയും ജീവിതത്തിൽ മാറുവാൻ തയ്യാറാകുകയും ചെയ്യും. ദൈവം തകർന്ന ഹൃദയത്തെ ഒരിക്കലും നിരസിക്കുകയില്ല. ക്ഷമ പുതിയ തുടക്കമാണ്. എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ എന്നാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. ദൈവം നമ്മോട് ക്ഷമിക്കുമ്പോൾ പഴയ ജീവിതം അവസാനിച്ച് പുതിയ ജീവിതം ആരംഭിക്കുന്നു. അവൻ്റെ കരുണ ഇന്നും പുതുതാണ്. പ്രിയരെ, ഇന്നും നമ്മുടെ ഹൃദയത്തിൽ ഭാരമുണ്ടോ? കുറ്റബോധമോ പരാജയമോ മറച്ചുവെച്ച വേദനയുണ്ടോ? എങ്കിൽ ദൈവത്തെങ്കിൽ മടങ്ങി വരുവാൻ ഒരിക്കലും വൈകിട്ടില്ല. ദൈവം ശിക്ഷിക്കാൻ മാത്രം നോക്കുന്നവനല്ല, പുനഃസ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്ന പിതാവാണ്. ഇന്ന് നമുക്കും ദാവീദിനെ പോലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ ദയപ്രകാരം എന്നോട് കൃപ കാണിക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.